السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. സദഖല്ലാഹുൽ അലീം. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേരള ജനതയ്ക്ക് നിരവധി നന്മകളുടെ വഴി തെളിച്ച ദീനീ വിജ്ഞാന കേന്ദ്രങ്ങളുടെ ഇടമായ റാബിത്തത്തുൽ മദാരിസുൽ ഇസ്ലാമിയുടെ പ്രതിഭാശാലികൾ മാറ്റുരയ്ക്കുന്ന റിബാത്തിന്റെ ഈ വേദിയിൽ എന്നിൽ അർപ്പിതമായിരിക്കുന്ന വിഷയം ഭീകരത ഇസ്ലാമല്ല എന്നതാണ്. ഇസ്ലാം ഭീകരതയാണ്, മുസ്ലിമീങ്ങൾ ഭീകരന്മാരാണ് എന്ന യാതൊരു കഴമ്പുമില്ലാത്ത ആരോപണം ആഗോളതലത്തിൽ പതിറ്റാണ്ടുകളായി മുസ്ലിം സമൂഹത്തിന്റെ മേൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം പേരും തൊപ്പിയും താടിയും ഭീകരതയുടെ പ്രതീകമായി ചിത്രീകരിക്കപ്പെടുകയും ചത്തത് കീചകനെങ്കിൽ കൊന്നതു ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ എവിടെ ബോംബ് പൊട്ടിയാലും അതിനു പിന്നിൽ ഒരു മുസ്ലിം ആയിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അത്രമേൽ പുരോഗതി പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്ന വർത്തമാന കാലത്തും ഇത് നിലനിൽക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഇസ്ലാം സത്യത്തിന്റെയും നീതിയുടെയും പ്രത്യാശാസ്ത്രമാണ്. അക്രമത്തിനും അനീതിക്കും അതിൽ യാതൊരു സ്ഥാനവുമില്ല. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് അള്ളാഹു സത്യവിശ്വാസികളെ ക്ഷണിക്കുന്നത്. അക്രമവും കൊള്ളയും കൊലയും നടത്തി സമൂഹത്തിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നവൻ എങ്ങനെയാണ് സമാധാനത്തിന്റെ സ്വർഗഭവനത്തിൽ എത്തിച്ചേരുന്നത്? ലോകത്തിന്റെ നായകൻ, സമാധാനത്തിന്റെ പതാകവാഹകൻ, കാരുണ്യത്തിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന് നൽകിയ നിർവചനം എന്തെന്നറിയുമോ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, തന്റെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം. കരളിന്റെ കഷ്ണം പോലെ മുത്തുനബിയെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഈ നിർവചനത്തെ ധിക്കരിച്ചു കൊണ്ടൊരു ഭീകരനാകാൻ കഴിയുന്നത്? തമസ്സുമുറ്റിയ 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയെ തേജസ്സറ്റായി ഉദയം ചെയ്യുകയും നൂറ്റാണ്ടുകളെ സഞ്ചാര വഴികളിൽ ജനകോടികൾക്ക് ശാന്തി പകരുകയും വർത്തമാന കാലത്തും ശതകോടിയിൽ പരം മനുഷ്യർ അഭിമാനത്തോടെ നെഞ്ചേറ്റുകയും ചെയ്യുന്ന ഒരു പ്രത്യാശാസ്ത്രം എങ്ങനെയാണ് ഭീകരതയുടേതാകുന്നത്? ഇല്ല, ഒരിക്കലുമില്ല. ഇസ്ലാം ഭീകരതയല്ല, മുസ്ലിമീങ്ങൾ ഭീകരരല്ല. പ്രിയരെ, ഇസ്ലാം ഭീകരത എന്ന കുപ്രചരണം ഇസ്ലാമിന്റെ ഉദയം മുതൽ അതിന്റെ ശത്രുക്കൾ പടച്ചുവിടുന്ന നിരവധി ആരോപണങ്ങളിൽ ഒന്നു മാത്രമാണ്. നൂറ്റാണ്ടുകൾ അതിജയിക്കാനുള്ള ഇസ്ലാമിന്റെ ശക്തിയിലും സ്വാധീനത്തിലും അസൂയ പൂണ്ട പാശ്ചാത്യ ശക്തികളാണ് ഇസ്ലാം ഈസ് ഈക്വൽ ടു ഭീകരത എന്ന സമവാക്യത്തിന് പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഖിലാഫത്തിന് അന്ത്യം കുറിച്ചതോടെ ഇസ്ലാമും തീർന്നു പോകുമെന്ന് ചിലർ കരുതി. എന്നാൽ സോഷ്യലിസത്തിന്റെ മുതലാളിത്തത്തിന്റെ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം വീണ്ടും ഉദയം ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെയാണ് പാശ്ചാത്യ ശക്തികൾ ഇസ്ലാം ഭീകരവൽക്കരണത്തിന്റെ തന്ത്രങ്ങൾ മെനയുന്നത്. അതിനായി അവരുടെ കൈവശമുള്ള സകല സംവിധാനങ്ങളും അവർ ഉപയോഗിച്ചു. അവരുടെ ആരോപണങ്ങൾക്ക് ബലം നൽകുവാൻ പരിശുദ്ധ ഖുർആനിലെ പുണ്യ ഹദീസുകളിലെയും ചില വചനങ്ങളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തു പ്രചരിപ്പിച്ചു. പാശ്ചാത്യ അജണ്ടകളിൽ വീണുപോയവരോ ഹിക്മത്തില്ലാത്തവരുമായ ചില മുസ്ലിം നാമധാരികളെ അവരുടെ കുപ്രചരണത്തിന് അവരെ ഉപയോഗപ്പെടുത്തി. അങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യരിൽ ഇസ്ലാം പേടിക്കേണ്ട ഏതോ ഒരു സംഗതി എന്ന ചിന്ത ഉടലെടുക്കുന്നത്. മതപരമോ രാഷ്ട്രീയപരമോ ആശയപരമായ ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി സമാധാനമായി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കുക എന്നതാണ് ഭീകരതയ്ക്ക് എൻസൈക്ലോപീഡിയ നൽകുന്ന നിർവചനം. ഈ നിർവചന പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീകര പ്രവർത്തനം നടത്തിയത് അമേരിക്കയും യൂറോപ്പും ക്രിസ്ത്യാനിറ്റിയും ജൂദായിസവും കമ്മ്യൂണിസ്റ്റുകളുമാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഓർമ്മയിൽ പോലും ഞെട്ടലുളവാക്കുന്ന ആറ്റം ബോംബുകൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് അമേരിക്കയായിരുന്നു. അതുപോലെ ലോകത്തിന് ഏറ്റവും സുപരിചിതമായ നരഹത്യകൾക്ക് നേതൃത്വം നൽകിയ ഹിറ്റ്ലറോ മുസോളിനിയോ ജോസഫ് സ്റ്റാലിനോ പോൾ പോട്ടോ മാവോ സേതുങ്ങോ മുസ്ലിം ആയിരുന്നില്ല. പ്രിയരെ, ഈ ഭീകരന്മാരൊക്കെ ജീവിച്ചിരുന്ന ലോകത്തും ഇസ്ലാമിനെയാണ് ഭീകരന്മാരാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന്റെ ഉദ്ദേശം അത്ര നല്ലതല്ല എന്ന് നമുക്ക് വ്യക്തമാണല്ലോ. 1400 സംവത്സരങ്ങൾ പിന്നിടുന്ന ഇസ്ലാമിന്റെ ചരിത്രം പരത്തി നോക്കിയാൽ അവിടെയൊന്നും നിങ്ങൾക്ക് സമാനമായ ക്രൂരതകൾ കാണുവാൻ സാധിക്കുകയില്ല.
മുസ്ലിമീങ്ങളെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അതൊന്നും തലയോട്ടികൾ കണ്ട് ആഹ്ലാദിക്കുവാനോ ആയുധ കച്ചവടത്തിനോ വേണ്ടിയായിരുന്നില്ല, മറിച്ച് സത്യത്തിന്റെ നീതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി യുദ്ധമര്യാദകൾ പാലിച്ചുകൊണ്ടായിരുന്നു. പ്രിയരെ, അയാമേ മുസ്ലിം എന്ന അഭിമാനപൂർവ്വം പറയുന്ന ഒരു 34കാരൻ ഇസ്ലാമോഫോബിയയുടെ തലസ്ഥാനമായ ന്യൂയോർക്കിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ശുഭസൂചനയാണ്. ഇക്കാലം അത്രയും പാശ്ചാത്യ ശക്തിയിൽ പടുത്തുയർത്തിയ ഇസ്ലാമോഫോബിയയുടെ ചീട്ട് കൊട്ടാരം തകർന്ന് തരിപ്പണമാകുവാൻ പോകുന്നതിന്റെ സൂചന. എന്നാൽ വൈറ്റ് കോളർ ടെററിസം പോലുള്ള അതീവ ഗുരുതരമായ പ്രയോഗങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉടലെടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം കൂടുകയാണ്. ശരിയായ നിലയിലുള്ള ദീനി പ്രബോധനമാണ് ഇതിനാവശ്യം. ആയതിനാൽ പരിശുദ്ധ ഇസ്ലാമിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പകർന്നു കൊടുക്കുവാനും നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നറുക്കെടുപ്പിന് വേണ്ടി വരിക. ടെസ്റ്റ് നമ്പർ 120.